ഹലോ നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറൻറ്റ് ഫീലിംഗ് ഓഫ് യു വെൻ യു സീ ദിസ് വീഡിയോ. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ അവസ്ഥ എന്താണ്? കറൻറ്റ് ഫീലിംഗ് ഓഫ് യു, കറൻറ്റ് ഫീലിങ്സ് ഓഫ് യു. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളിത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അത് സക്സസ്ഫുൾ ആകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന് വിചാരിച്ച് സക്സസ്ഫുൾ ആയിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ പുതിയതായിട്ട് ഒന്നും ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾ കാത്തിരുന്നിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അതിനുവേണ്ടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലാതെയാണ് കാണുന്നത്. രണ്ടാമത്തെ കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ആരെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അയാളോട് നിങ്ങൾക്ക് നിറഞ്ഞ സ്നേഹമാണുള്ളത്. മാത്രമല്ല ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു പുതിയ സ്നേഹം തോന്നുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് ആയ സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആത്മീയമായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. ഈ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ടാരോ എന്നൊരു വാക്ക് കേട്ടത്, വീഡിയോസ് കണ്ടത്. അതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങൾ മാറിയതൊരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിലൊരു സെപ്പറേഷൻ ഫേസ് വരികയോ ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പോൾ ഒരു ആത്മീയമായ ഉണർവും ഒരു ഇമോഷണൽ അവേക്കനിങ് ഒക്കെ ഉണ്ടാകാൻ നിങ്ങളെ ഈ റിലേഷൻഷിപ്പ് വളരെയധികം സഹായിച്ചിട്ടുള്ളതായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് അവരോടൊരു പ്രത്യേക സ്നേഹമുള്ളതായിട്ടും കാണുന്നുണ്ട്. ഇനി രണ്ടാമതൊരു കൂട്ടർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി സെപ്പറേഷൻ ഫേസിൽ വന്നു, ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാത്തിരുന്നിട്ട് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു ന്യൂ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഒരു ന്യൂ ബേബി എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇത് ഒരു ന്യൂ ബേബിയുടെ കാർഡും കൂടിയാണ്. മാരേജ് പ്രപ്പോസൽ, അതുപോലെ മാരേജ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയമാണെന്നാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് അങ്ങനെ ഒരു കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി ഇതാണോ എന്ന് പറയണേ. മജീഷ്യൻ്റെ കാർഡാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അതിനുവേണ്ടി നിങ്ങൾ 100% സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. മജീഷ്യൻ്റെ കാർഡാണ്, ഒന്നാമനാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്